ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് പാചകമല്ല വാചകമാണ്. ഇപ്പോൾ പേപ്പർ തുറന്നു നോക്കിയാൽ എപ്പോഴും നമ്മൾ കുംഭമേളയെക്കുറിച്ചുള്ള വാർത്തകളാണ് കാണുന്നത്. കുംഭമേള ഋഷിവര്യന്മാർ സ്നാനം ചെയ്യുന്നതും പിന്നെ അവരുടെ ഓരോ പ്രോഗ്രാമുകളെല്ലാം, ഈവൻ മാല വിൽക്കാൻ പോകുന്ന മോണോലിസയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ വരെ വളരെ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഈ കുംഭമേള? അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടനം എന്ന് വേണമെങ്കിൽ നമുക്ക് കുംഭമേളയെ പറയാം. ഇത് സാധാരണ 12 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്. ഈ പ്രാവശ്യത്തെ കുംഭമേളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 12ാമത്തെ കുംഭമേള, 12 വർഷം കഴിഞ്ഞിട്ട് ഒക്കെ ഒരു കുംഭമേള, അങ്ങനെ 12ാമത്തെ കുംഭമേള എന്ന് വെച്ചാൽ 144 വർഷം കൂടെ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കുംഭമേള 4 സാധാരണ നടക്കുന്നത്. 1 നാസിക്കിൽ, 2 ഉജ്ജയിനിൽ, 3 ഹരിദ്വാറിൽ, 4 പ്രയാഗ്രാജിൽ. ഈ കുംഭമേളയുടെ മെയിനായിട്ടുള്ള ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ സ്നാനമാണ് നടക്കുന്നത്. അപ്പോൾ നാസിക്കിലാണെങ്കിൽ ഗോദാവരി നദിയിലും, ഉജ്ജയിനിലാണെങ്കിൽ ക്ഷിപ്ര നദിയിലും, ഹരിദ്വാറിലാണെങ്കിൽ ഗംഗാ നദിയിലും, അതുപോലെ തന്നെ പ്രയാഗ്രാജിലാണെങ്കിൽ ത്രിവേണി സംഗമത്തിലുമാണ് സ്നാനം ചെയ്യുന്നത്. ഈ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഗംഗയും യമുനയും സരസ്വതിയും കൂടെയുള്ള സംഗമസ്ഥാനം. സരസ്വതി ഭൂമിക്കടിയിൽ കൂടെയാണ്, അവിടെ ഇങ്ങനെ ഗുപ്തമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടുള്ള സംഗമസ്ഥാനമാണ് ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ കുംഭമേളയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ ഈ 4 സ്ഥലങ്ങളിൽ കുംഭമേള നടക്കുന്നതിനെന്നുള്ള ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് പാലാഴി മദനം നടന്ന കാലത്ത്, പാലാഴി മദനം എന്തിനു നടന്നു? ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ പാലാഴി മദനം ചെയ്ത് അസുരന്മാരെ കൂടെ കൂട്ടി പാലാഴി മദനം ചെയ്തു. അതിൽ നിന്ന് അമൃത് വന്നു. ഈ അമൃത് കഴിച്ചാൽ അവർക്ക് ജരാനരകളൊന്നും ഇല്ലാതെ അവർക്ക് അമരത്വം സംഭവിക്കും. അപ്പം അതുകൊണ്ടാണ് അവർ അമൃത് എടുത്തത്. ഇവർ ഈ അമൃതം കൊണ്ട് നമ്മുടെ ഗരുഡ ഭഗവാൻ ഇങ്ങനെ പോകുമായിരുന്നു. പോയപ്പം ഈ അമൃതകുംഭം തുളുമ്പി 4 അമൃത് വീണു. ആ 4 നാസിക്കും ഉജ്ജയിനും ഹരിദ്വാറും പ്രയാഗ്രാജും. അപ്പോൾ ആ വീണിടത്താണ് നമ്മളിപ്പം ഈ കുംഭമേളയുടെ സ്ഥലത്ത് നമ്മൾ കുളിക്കുന്നത്. അപ്പം ഈ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്യാസിമാർ ജീവിതം മുഴുവൻ ലോക നന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്യുന്ന, അവർ ബാക്കി ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ത്യജിച്ച് ഇങ്ങനെ തപസ് ചെയ്യുന്ന സന്യാസിമാർ, അതുപോലെ വസ്ത്രങ്ങൾ പോലും ഉപേക്ഷിച്ച നാഗസന്യാസിമാർ, അവർക്കൊക്കെ ഭയങ്കര ശക്തിയാണ്. അവരൊക്കെയാണ് ഈ കുംഭമേളയിൽ ഇങ്ങനെ സ്നാനം ചെയ്യാൻ വേണ്ടി വരുന്നത്. ഈ വർഷത്തെ കുംഭമേള എന്ന് പറയുന്നത് ജനുവരി 13 പൗഷ പൗർണമി മുതൽ ഫെബ്രുവരി 26 ശിവരാത്രി വരെയാണ് നടക്കുന്നത്. അപ്പം ഈ കുംഭമേളയിൽ നമ്മൾ കുളിച്ചാൽ നമുക്ക് എല്ലാ പാപങ്ങളും മാറി മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുംഭമേളയുടെ സമയത്തെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളവരും വിദേശികളും ഒക്കെ ആയിട്ട് കോടിക്കണക്കിന് ആളുകളാണ് അന്ന് ഈ കുംഭമേളയിൽ സ്നാനം ചെയ്യാൻ വരുന്നത്. ഈ കുംഭമേളയിൽ ഷാഹി സ്നാനം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇങ്ങനെ സ്നാനം ചെയ്യുന്ന ദിവസമുണ്ട്. അതെന്ന് പറഞ്ഞാൽ 1 മകരസംക്രാന്തിയായിരുന്നു, 2 മൗനി അമാവാസി, അത് ഈ ജനുവരി 29 പിന്നെ വസന്ത് പഞ്ചമി. ആ 3 ദിവസങ്ങളിലാണ് ഷാഹി സ്നാനം നടക്കുന്നത്. ഷാഹി സ്നാനം എന്ന് പറഞ്ഞാൽ റോയൽ ബാത്ത് എന്ന് വെച്ചാൽ ഈ ഋഷിവര്യന്മാർ മന്ത്രങ്ങൾ ചൊല്ലി ആ നദിയിൽ മുങ്ങി നിവരും. അതാണ് ഷാഹി സ്നാനം എന്ന് പറഞ്ഞാൽ. ആ സമയത്തൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ പുണ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ഇതുള്ളത്, 6 വർഷങ്ങൾ കൂടുമ്പം നമ്മളുടെ ഹരിദ്വാറിലും പ്രയാഗിലും അർദ്ധകുംഭമേള അത് നടക്കാറുണ്ട്. പിന്നെ ബാക്കി എല്ലാ സ്ഥലത്തും 12 വർഷം കൂടുമ്പോഴാണ്. പിന്നെ ഈ കുംഭമേളയിൽ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, നാസിക്കിൽ ഈ കുംഭമേള നടക്കുമ്പോൾ 2 സ്ഥലങ്ങളിലായിട്ടാണ്
ഇങ്ങനെ സ്നാനം നടക്കുന്നത്. അതിൽ ശൈവ സന്യാസിമാർ കുശാവർത്തമെന്ന് പറയുന്ന ഒരു കുളമുണ്ട്, അവിടെയാണ് കുളിക്കുന്നത്. അതുപോലെ വൈഷ്ണവ സന്യാസിമാർ രാമകുണ്ഡം എന്ന് പറഞ്ഞ ഗോദാവരി നദിയിലെ ഒരു ഭാഗമുണ്ട്, അത് പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഈ വൈഷ്ണവ സന്യാസിമാർ കുളിക്കുന്നത്. കുശാവർത്തം എന്ന് പറഞ്ഞാലൊരു കുളമാണ്. അതിനെക്കുറിച്ച് ഒരു കഥയുണ്ട്. ഇങ്ങനെ ഭാഗീരഥ മഹർഷി ഇങ്ങനെ ഗംഗയെ ഇങ്ങനെ ഗൗതമ മഹർഷി ഗോദാവരിയെ താഴോട്ട് കൊണ്ടുവന്നപ്പോൾ അതിങ്ങനെ ചിതറി തെറിക്കുകയായിരുന്നു. അപ്പം ഭഗവാൻ ശിവ് എന്ന് അത് ജടയിലേക്കാണ് വീണത്. അതിങ്ങനെ ചിതറിത്തെറിച്ചപ്പം അത് മഹർഷി ഒരു കുശപ്പുല്ല് എടുത്ത് ആ നദിയെ ഒരു ചെറിയ ഒരു കുളത്തിലേക്കാക്കി. അതാണ് കുശാവർത്തം. ഈ കുശാവർത്തത്തിലാണ് കുംഭമേള സമയത്ത് ശൈവ സന്യാസിമാർ കുളിക്കുന്നത്. അപ്പം ഈ ത്രിവേണി സംഗമത്തിൽ ഞാൻ പറഞ്ഞു, ഈ സമയത്ത് ദേവന്മാർ പോലും വേഷം മാറി വന്ന് കുളിക്കും. നമ്മൾ കുളിച്ചാൽ നമുക്ക് എല്ലാ ദോഷങ്ങളും മാറി നമുക്ക് പുണ്യം കിട്ടും എന്നാണ് പറയുന്നത്, മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം പറ്റുന്നവർ പോവുക, കുളിക്കാൻ പറ്റുമെങ്കിൽ അന്ന് ചെയ്യുക. ഇത് നമുക്ക് ഒരു ജീവിതത്തിൽ കിട്ടുന്ന ഒരു പുണ്യമാണ്. ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.